നമ ശിവായ. ഓം ഗുരുഭ്യോ നമ. പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 18, കൊല്ലവർഷം 1200 ആണ്ട്, കന്നിമാസം 2. ഇന്ന് മഹാലയപക്ഷം തുടങ്ങി. മഹാലയപക്ഷം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും സാമാന്യമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. കന്നിമാസത്തിലെ കൃഷ്ണപക്ഷ പ്രഥമം മുതൽ ശുക്ലപക്ഷ പ്രഥമ വരെയുള്ള 16 ദിവസമാണ് മഹാലയപക്ഷം എന്ന് പറയുന്നത്. മംഗളങ്ങൾ നിറഞ്ഞ കാലമെന്നാണ് ഇതിനർത്ഥം. ഈ മഹാലയപക്ഷ അമാവാസി ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ പൂർവികർ പിതൃക്കളായി സ്വർഗത്തിലോ നരകത്തിലോ അവരവരുടെ കർമ്മഫലം അനുസരിച്ച് കഴിയുന്നതെന്നാണ് നമ്മുടെ സങ്കല്പം. ഇതിനനുസരിച്ചാണ് നമ്മൾ വർഷം തോറും നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബത്തിലെ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നത്. ഓരോ കുടുംബത്തിലും 3 തരം പിതൃക്കളുണ്ട്. ഒന്ന്, യോഗീശ്വര തുല്യരായവർ അഥവാ സുഹൃത്തുക്കളായി പിതൃലോകത്തെത്തി സ്വർഗലോകം പ്രാപിച്ചവർ. അടുത്തത്, സാധാരണയായി മരിച്ചു പിതൃലോകത്തെത്തിപ്പെട്ടവർ. മൂന്നാമതായി, പ്രേതാത്മാക്കൾ അഥവാ അപമൃത്യുവായി മരിക്കുന്നവർ. അപകടമരണം സംഭവിച്ചും അന്യദേശത്തു പോയി അറിയാതെ കുടുംബത്തറിയാതെ മരിക്കുന്നവരും സ്വയം ഹത്യ ചെയ്തവരും ആണ് ആ വിഭാഗക്കാർ. യോഗീശ്വര തുല്യരായി സമാധിയായ പിതൃക്കളെ ആചാരപൂർവം സംസ്കാരം നടത്തി ബലിതർപ്പണങ്ങളും ശ്രാദ്ധവും സപിണ്ഡനങ്ങളും നടത്തി ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു അവരെ ഈശ്വര പദവിയിലേക്ക് ഉയർത്തുന്നു. സാധാരണ പിതൃക്കൾക്ക് നമ്മൾ ബലിതർപ്പണങ്ങൾ നടത്തി ശ്രാദ്ധമൂർത്തി തൃപ്തിപ്പെടുത്തുന്നു. എന്നാൽ മൂന്നാമത്തെ തരത്തിൽപ്പെട്ട പിതൃക്കൾക്ക് ചില കുടുംബങ്ങളിൽ യാതൊരു കർമ്മങ്ങളും നടത്തുന്നില്ല. അവരുടെ പ്രേതശരീരം ശരിയായ വിധത്തിൽ സംസ്കരിക്കുകയോ ആചാരപരമായ ഒരു കർമ്മങ്ങളും നടത്തുന്നില്ല. ഇങ്ങനെയുള്ള പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് ബാധാരൂപത്തിൽ കുടുംബത്തിലും ആപത്തുകളും രോഗദുരിതങ്ങളും കലഹങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുമൂലം കുടുംബത്തിൽ സുഹൃതക്ഷേമം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിനെല്ലാമുള്ള ഒരു ഉത്തമ പരിഹാരമാണ് മഹാലയപക്ഷ അമാവാസിയിലെ പിതൃമോക്ഷ തർപ്പണങ്ങളും ശ്രാദ്ധവും. ഇതുവരെ യാതൊരു കർമ്മങ്ങളും നടത്താത്ത പിതൃക്കൾക്ക് ശുദ്ധികർമ്മങ്ങളും ബലിതർപ്പണങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും നടത്തുന്നതിനൊപ്പം തിലഹവനവും പിതൃസായുജ്യ പൂജയും നടത്തി മോക്ഷം കൊടുക്കാവുന്നതാണ്. സൂര്യൻ കന്നിരാശിയിൽ വരുന്ന കന്നിമാസത്തിൽ പിതൃലോഹങ്ങളായ സൂര്യൻ്റെ ദക്ഷിണഭാഗവും ചന്ദ്രൻ്റെ അപരവശമായ ദക്ഷിണഭാഗവും ഭൂമിയുടെ നേരെ ഒരേ രേഖയിൽ നിൽക്കുന്ന അമാവാസിയിൽ പകൽ 11 മണിക്കും 12:30 ഇടയുള്ള ആ മുഹൂർത്തത്തിൽ ശ്രാദ്ധകർമ്മങ്ങൾ നടത്തേണ്ടതാണ്. വർഷം തോറും പിതൃക്കൾക്ക് സ്വന്തം കുടുംബങ്ങളിൽ എത്താൻ അനുവദിച്ചു കൊടുത്ത ഈ മോചനകാലത്ത് നമ്മെ അന്വേഷിച്ചു വരുന്ന നമ്മുടെ പിതൃക്കളെ ആദരിക്കാതിരുന്നാൽ അവർ നമ്മളെ ശപിക്കും. അത് തീർച്ചയാണ്. മഹാലയപക്ഷകാലത്ത് പിതൃക്കൾ മാത്രമല്ല, പിതൃദേവതകളും അവരോടൊപ്പം ഉണ്ടാകും. അവരെയും നമ്മൾ ആദരിക്കണം. പിതൃദേവതകളെ ആദരിക്കാതെ ഇരുന്നാൽ നമ്മളെ മാത്രമല്ല, നമ്മുടെ പിതൃക്കളെയും അവർ ശപിക്കും. പിതൃക്കൾക്കുണ്ടാകുന്ന ശാപത്തിന് കാരണക്കാർ നമ്മളാകുമ്പോൾ പിതൃക്കൾ നമ്മളോട് കോപിക്കും. പിതൃശാപമാണ് ഏറ്റവും വലിയ ദോഷം. പിതൃക്കൾ സന്തുഷ്ടരായാൽ നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല, പിതൃദേവകളോടും നമ്മുടെ സുഹൃതത്തിനായി പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് സൽസന്താനങ്ങളും സമ്പത്തും സർവ്വസൗഭാഗ്യങ്ങളും നമുക്ക് നേടാൻ കഴിയുക. ഈ മഹാലയപക്ഷ അമാവാസിയിൽ നമ്മുടെ പിതൃക്കളെയും പിതൃദേവതകളെയും തൃപ്തിപ്പെടുത്തി നമ്മുടെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നേടിക്കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ മഹാലയപക്ഷത്തിൽ നമ്മുടെ കുടുംബങ്ങളിലെ ഏത് തരത്തിൽപ്പെട്ട പിതൃക്കളായാലും അവർ പിതൃകവാടം ഭേദിച്ച് സ്വർഗലോകത്തെത്താൻ
വേണ്ടതായ കർമ്മങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗുരുനാഥൻ, കൊല്ലം പതാരം വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് നിന്ന് ആചാര്യശ്രീ മാധവ രാജേന്ദ്രാനന്ദ തീർത്ഥപാദർ. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശ്രീ ശനീശ്വരായ നമഃ.